ാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ഈ ഇസ്ലാമിക് ടെററിനെ ആശയത്തെ തന്നെ നേരിടണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അത് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇന്ന് ലോകത്തുള്ളൂ, അത് ഇസ്രായേലാണ്. നമ്മളത് അവിടെ നേരിട്ട് പോയിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇസ്രായേലി പാർലമെൻറ്റിൽ അവരുടെ മന്ത്രിമാർ, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ നേരിട്ട് ആ ഒരു ചർച്ച നമ്മളൊരു ടീമായിട്ട് ചെല്ലുമ്പോൾ അവർ നമ്മളോട് കൃത്യമായിട്ട് പറയാണ്, അതായത് ഇതിലെ പ്രശ്നം ഗാസക്കാരല്ല, ഇതിലെ പ്രശ്നം ആ ഗാസക്കാരായിട്ടുള്ള ആളുകളെ വഴിതെറ്റിക്കുന്ന ഹമാസാണ്, ഹമാസിനെ വഴിതെറ്റിക്കുന്നത് ഇസ്ലാമാണ്. ദിസ് ഇസ് എ വാർ ഓഫ് ഐഡിയോളജി എന്ന് പച്ചയ്ക്ക് അവർക്ക് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ടാണ് ആ ഐഡിയോളജിയെ ഇസ്രായേൽ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഗാസക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുതള്ളാനല്ല ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അബ്രഹാം അക്കോർഡ്സിൽ ഭാഗമായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇന്ന് ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നത്, അതുപോലെയുള്ള തീവ്ര സംഘടനകളെ നിരോധിക്കാൻ സാധിക്കുന്നത്, തീവ്ര ആശയങ്ങളെ അവർക്ക് മാറ്റാൻ സാധിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ UAE-യിലെയും സൗദിയിലെയും അതുപോലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലെയും ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന ജൂതവിരുദ്ധത, അതല്ലെങ്കിൽ ആ ഒരു കോഎക്സിസ്റ്റൻസിന് വിരുദ്ധമായ എന്ത് ഭാഗമുണ്ടെങ്കിലും അത് തിരുത്താൻ അവർക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? തിരുത്തിയിട്ടുണ്ട്, തെളിവുകൾ ഇവിടെ ഉള്ളതാണ്. അത് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ കോർ ഇഷ്യൂവിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന്, കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.